എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കടയ്ക്കലിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ. കടയ്ക്കൽ അമ്പല റോഡിൽ പ്രവർത്തിക്കുന്ന ഉച്ചയ്ക്ക് ശേഷം മാത്രം തുറക്കുന്ന ഹോട്ടലിൽ നിന്ന് രാത്രി വാങ്ങിക്കഴിച്ച കുഴിമന്തിയിൽ നിന്നാണ് 5ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. ഏതാനും നാളുകൾക്ക് മുന്നേ ഈ ഹോട്ടലിൽ നിന്ന് ഷവായ കഴിച്ച ഏതാനും പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിൽ തുടർന്ന് ഏറെ നാൾ ഈ സ്ഥാപനം അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ പുതിയ മാനേജ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചതാണ്. കടയ്ക്കലിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഒരു ബേക്കറിയിൽ നിന്നും പുഴുവരിച്ച ഷവർമ കഴിച്ച വ്യക്തി ചികിത്സ തേടിയിരുന്നു. ഇത്തരത്തിലുള്ള കേസുകളെല്ലാം ഹോട്ടൽ മാനേജ്മെന്റ് പൈസ കൊടുത്ത് ഒതുക്കി തീർക്കുകയാണ് പതിവ്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ യാതൊരു പരിശോധനയും കടയ്ക്കൽ ഭാഗങ്ങളിൽ നടക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ ഭക്ഷ്യവിഷബാധയ്ക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് റെസ്റ്റോറന്റ് പേര് പറയാൻ പറ്റാത്തതെന്ന് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത വ്യക്തി പറയുന്നു. വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം യാതൊരുവിധ മൊറാലിറ്റിയും കീപ്പ് ചെയ്യാത്ത കുറേ മനുഷ്യരുടെ നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. വൃത്തിയില്ല, മറ്റുള്ളവരോടുള്ള കൺസിഡറേഷൻ ഇല്ല, ഏത് രീതിയിലും പൈസ ഉണ്ടാക്കുക എന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സും ചിന്തകളുമൊക്കെ അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ മനുഷ്യർക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും വൃത്തിയില്ലാതെ ഉണ്ടാക്കി കൊടുക്കുന്നത്. മാത്രമല്ല, ലാഭമുണ്ടാക്കാൻ വേണ്ടി ചത്ത കോഴിയുടേതോ അല്ലെങ്കിൽ മോശമായ മീറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിഷബാധയേറ്റ് മരിച്ച ഒരുപാട് പേരുണ്ട്. ആ കുടുംബങ്ങളൊക്കെ തീരാ ദുഃഖത്തിലേക്ക് പോയത് ഒരു ഷവർമ കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഷവായി കഴിച്ചതുകൊണ്ടൊക്കെയാണ്. ദയവ് ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊല്ലരുത്. 1 കിലോ ചിക്കൻ വാങ്ങിയാൽ വീട്ടിൽ തന്നെ നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഷവായിയെക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് മാറും. ഇത്രയും നിയമങ്ങളുള്ള നമ്മുടെ നാട്ടിൽ പക്ഷേ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുക്കുന്ന നിലയിലേക്ക് പോലും വളരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്ര ലിറ്ററസി നേടിയിട്ടും ഒരു പ്രയോജനവുമില്ല. സമ്പൂർണ്ണ സാക്ഷരത ഉണ്ടാവേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലാണ്. എഴുത്തും വായനയും മാത്രം അറിഞ്ഞതുകൊണ്ട് ജീവിതം ഒരിക്കലും സന്തോഷമായി മുന്നോട്ട് പോവില്ല എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ.